ഹലോ കൂട്ടുകാരെ, ഹെവൻലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അതുപോലെ വെളുപ്പിനെ എഴുന്നേറ്റിട്ടുണ്ട്. ഇപ്പോൾ സമയം 5:30 ആയിട്ടേ ഉള്ളൂ. പിന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങിയത് 7 മണിയായതിന് ശേഷമാണ്. അപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോൾ കിളികളുടെയൊക്കെ കരച്ചിലും ബഹളമൊക്കെ കേൾക്കാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിന്നു. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ? നല്ല രസമാണ് ഇവരുടെ സൗണ്ടൊക്കെ കേട്ടിങ്ങനെ നിൽക്കാൻ. എവിടെയാണെന്ന് കാണുന്നില്ല, എവിടെയോ മരത്തിൽ എവിടെയോ ഇരുന്നുകൊണ്ടാണ് ഈ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നത്. വെളുപ്പിന് നോക്കുമ്പോൾ ഒരു മഴക്കോള് പോലൊക്കെയുള്ളൊരു അന്തരീക്ഷമാണ് കണ്ടത്. പിന്നെ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് വെയിലൊക്കെ ഉറച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് കുട്ടികൾക്ക് സ്കൂളിൽ ഫുഡൊന്നും കൊണ്ടുപോകണ്ട, അതുകൊണ്ട് തന്നെ പതിയെ ഇങ്ങനെ കറങ്ങി അടിച്ച് വീഡിയോ ഒക്കെ പിടിച്ച് നടക്കുകയാണ്. പതിയെ ജോലികളൊക്കെ തീർത്താൽ മതി. ഇന്ന് അവർക്ക് ക്രിസ്മസ് പ്രോഗ്രാമാണ്, അതുകൊണ്ട് ഫുഡൊന്നും കൊണ്ടുപോകണ്ട. ഉച്ചയാകുമ്പോൾ വരും. ഉച്ചയ്ക്ക് അവരുടെ സ്കൂളിൽ ഫുഡുണ്ട് ഇന്ന്. അപ്പോൾ അതിന് ശേഷം അവർ വരും. വണ്ടി 2 മണിയാകുമ്പോഴത്തേക്ക് വരും. അതിന് ശേഷം വെയിലൊക്കെ ഉറച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വെയിലൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ രാവിലെ നല്ലൊരു മണം. അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ കാപ്പിയൊക്കെ പൂത്തിട്ടുണ്ട്. ചെറിയൊരു മരമാണ്, എങ്കിലും അതിലെല്ലാ വർഷവും ഇങ്ങനെ പൂവൊക്കെ ഉണ്ടാകും. അതിനുശേഷം പൂവൊക്കെ പൊഴിഞ്ഞു പോകും, പിന്നെ കായൊക്കെ പിടിക്കും. ഇപ്പോൾ ഇത് കണ്ടോ, ഇഞ്ചിയുടെ പൂ കണ്ടോ? അപ്പം ഞാൻ കാപ്പിപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന കണ്ടുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോഴാണ് ഇഞ്ചി പൂ വിട്ട് നിൽക്കുന്നത് കണ്ടത്. അപ്പം ഞാൻ വെച്ചൊന്ന് വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ലോലോലിയൊക്കെ ഒരു ട്രിപ്പ് പൂത്ത് എല്ലാം പഴുത്ത് കുറച്ചൊക്കെ പറിച്ച്, കുറച്ചൊക്കെ കിളി കൊണ്ടുപോയി, കുറച്ച് പൊഴിഞ്ഞു പോയി. അതിനുശേഷം അടുത്ത ട്രിപ്പ് വീണ്ടും പൂത്തിട്ടുണ്ട്. ഇതിലൊരു 3-4 പ്രാവശ്യം പൂവാകും, പിന്നെ കാ പിടിക്കും. അങ്ങനെയാണ്. ലോലോലി മരമൊക്കെ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യം പൂക്കുമായിരിക്കും. എനിക്കറിയില്ല, ഇവിടുത്തെ മരത്തിൽ അങ്ങനെയാണ്, 2-3 ട്രിപ്പ് ഉണ്ടാകും കായൊക്കെ. അപ്പോൾ രാവിലെ വിചാരിച്ച് ചായയൊക്കെ ഇട്ട് വെച്ച് ചായ കുടിച്ചിട്ടാണ് പുറത്തിറങ്ങിയത്. അപ്പോൾ വിചാരിച്ച് ചെടികളെ കൂടി ഒന്ന് നോക്കിയേക്കാം, പൂവൊക്കെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചതിൻ്റെ മഞ്ഞപ്പൂവൊക്കെ ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ചെടികളെയൊക്കെ ഒന്ന് എല്ലാവരെയും ഒന്ന് നോക്കിക്കണ്ട്. ജമന്തിയൊക്കെ മുട്ടയിട്ടിട്ടുണ്ട്. വെള്ളയുണ്ട്, മഞ്ഞയുണ്ട്. ഇപ്പോൾ ഇതിലേതാ മുട്ടയിട്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ എല്ലാവരെയും നോക്കി ഒന്ന് കണ്ടിട്ട് ഇനി അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു. ആ റോസ് നിറത്തിൽ നിൽക്കുന്ന പൂവ് അത് വെൽവെറ്റ് ചെടി എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ അത് പൂ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വലിപ്പം തോന്നുന്നില്ല, അത് വലുതാകുമായിരിക്കും, അറിയത്തില്ല. അപ്പം ഇന്ന് ചപ്പാത്തിയും കടലക്കറിയാണ്. അതിന് കടല കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടലയൊക്കെ വെന്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് വേണ്ട ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞെടുത്ത് കടുവൊക്കെ വറുത്ത് വഴറ്റിയെടുക്കുകയാണ്. അത് വഴുന്നതിന് ശേഷം അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. കറി അങ്ങ് ആദ്യം തന്നെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കറി ആക്കാൻ നിന്നാൽ ചപ്പാത്തി എല്ലാം പരത്തി ഉണ്ടാക്കി വരുമ്പോൾ തന്നെ താമസമാണ്. അപ്പോൾ കറി ആദ്യം തന്നെ അങ്ങ് ഉണ്ടാക്കി വെക്കാമെങ്കിൽ ചപ്പാത്തി പരത്തി ഉണ്ടാക്കുന്നതനുസരിച്ച് കഴിക്കാമല്ലോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ കുറച്ചുകൂടെ പരത്തിയിട്ടുണ്ട്, ബാക്കി കുറച്ച് പരത്താനിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടി ചുട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് ചപ്പാത്തിയും കടലക്കറിയൊക്കെ കഴിക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. അപ്പോൾ ചപ്പാത്തിയും കടലക്കറിയൊക്കെ കഴിച്ചു. അതിനുശേഷം അരിയൊക്കെ വേകാറായിട്ടുണ്ട്. അരിയൊക്കെ വെന്തതിന് ശേഷം അരിയൊക്കെ ഒന്ന് ഊറ്റിയെടുക്കണം. അതിനുശേഷം 10 മണിയൊക്കെ ആകാറായി. മോനെ കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുവാണ്. റെഡ് കളർ ഡ്രസ്സും വൈറ്റ് കളർ ഡ്രസ്സും ഒക്കെ ആണല്ലോ ക്രിസ്മസ് പ്രോഗ്രാമിന് എല്ലാവരും ഇട്ടുകൊണ്ട് വരുന്നത്. അപ്പം ഞാൻ വേറെ ഒരു റെഡ് കളർ എടുത്തതാണ്. അപ്പോൾ അവനത് വേണ്ട. അപ്പം ഞാൻ പിന്നെ ഇതെടുത്തു. എന്നാൽ ഒന്ന് തേച്ച് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനത് തേക്കുകയാണ്. അതിനുശേഷം ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പോൾ സ്കൂളിൽ കൊണ്ടുവിടാം. അങ്ങനെ മോനെ സ്കൂളിലൊക്കെ കൊണ്ടുവിട്ടു. അത് കഴിഞ്ഞ് സ്കൂളിൽ ക്രിസ്മസ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ വന്നത്. നമുക്ക് ഉച്ചക്കത്തേക്ക് കപ്പ വേവിച്ചതും ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും മോരുമൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു. അതിനുശേഷം കുറച്ച് സമയമൊക്കെ ഒന്ന് കിടന്നു, ഫോണിലൊക്കെ നോക്കി കുറച്ച് സമയമൊക്കെ കിടന്നൊന്ന് ഉറങ്ങി. അതിനുശേഷം വൈകിട്ടത്തേക്കുള്ള പാല് കൊണ്ടുവന്നു. അപ്പോൾ ചായയൊക്കെ ഇടാമെന്ന് വിചാരിച്ച് എഴുന്നേറ്റു. നമുക്കിതൊക്കെ തന്നെ പണി. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എല്ലാം ഫുഡ് ഉണ്ടാക്കുക കഴിക്കുക, ഇത് തന്നെ പണി. പിന്നെ പാലൊക്കെ എടുത്ത് രാവിലത്തേക്കുള്ള പാല് വൈകിട്ടേ കാച്ചി വെക്കും. വൈകിട്ടാണ് പാല് കിട്ടുന്നത്.
അപ്പോൾ രാവിലത്തേക്കുള്ള പാലൊക്കെ ഒരു പാത്രത്തിൽ കാച്ചി വെക്കും. അത് തണുത്തതിന് ശേഷം വൈകിട്ടെടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യുന്നത്. പിന്നെ കുട്ടികൾക്ക് കുടിക്കാനുള്ള പാല് കാച്ചി വെച്ചു. ബാക്കി പാലെടുത്ത് ചായ ഇടും. അപ്പോൾ ചായയൊക്കെ അടുപ്പത്ത് വെച്ച് പാലൊക്കെ കാച്ചി വെച്ചു. അപ്പോൾ ചായയൊക്കെ ഇട്ട് ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് മുറ്റമൊക്കെ ഒന്ന് തൂത്തിട്ട് വന്നു. ചെടിക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു. അതിനുശേഷം നമ്മൾ രാവിലെ പച്ചക്കറി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പച്ചത്തേങ്ങയും കൂടി മേടിച്ച് ഇവിടെ കിടക്കുന്ന തേങ്ങയെല്ലാം ഉണങ്ങിയത്. അപ്പോൾ ക്രിസ്മസിന് അപ്പം ഉണ്ടാക്കാൻ പച്ചത്തേങ്ങ അരയ്ക്കാമെന്ന് വിചാരിച്ചൊരു പച്ചത്തേങ്ങ മേടിച്ചു. പിന്നെ പച്ചക്കറികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒരു മുറത്തിലോട്ട് കുടഞ്ഞിട്ടിട്ട് ഓരോരോ പച്ചക്കറി ഓരോ കവറിലാക്കി വെക്കുകയാണ്. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ച് ആ കൊട്ടയിലിട്ട് വെക്കുമ്പം പച്ചക്കറികളെല്ലാം അങ്ങ് ചീത്തയായി പോവും. അങ്ങനെ ഞാൻ കുമ്പളങ്ങ, വഴുതനങ്ങ, പടവലങ്ങ, പിന്നെ തക്കാളി, പച്ചമുളക്, വെണ്ടയ്ക്ക, സാമ്പാർ പയർ അതെല്ലാം കവറിലാക്കി. പിന്നെ വെള്ളരിക്കയാണെങ്കിൽ ഒരെണ്ണമായിട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കവറിലൊന്നും ആക്കില്ല, അത് അതുപോലെ തന്നെ വെച്ചു. ക്യാരറ്റ്, ചേമ്പ്, ഉരുളക്കിഴങ്ങ് അതൊന്നും പിന്നെ കവറിലാക്കിയിട്ടില്ല, അതെല്ലാം കൊട്ടയ്ക്കകത്ത് തന്നെ വെച്ചു. അങ്ങനെ പച്ചക്കറികളെല്ലാം പെറുക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിനി ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെക്കാം. പച്ചക്കറികൾ ഇതുപോലെ കവറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ചീത്തയാകത്തില്ല. അപ്പോൾ അതിന് ശേഷം വൈകിട്ടായി. അപ്പോഴേക്കും കരോളുകാർ വന്നു. 2-3 ദിവസത്തിന് ശേഷമാണ് വരുന്നത്. 2-3 ദിവസത്തിന് മുമ്പൊന്നും വന്നു, പിന്നെ വന്നിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്ന് വന്നത് പള്ളിക്കാരാണ്. അവർ കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് പോയ പുറകെ വീണ്ടും ഒരു കരോളുകാരും കൂടെ വന്നു. അപ്പം നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം.